ഹലോ ഗായ്സ്. ഗൈസ്, നമ്മൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു 5-6 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, ലൂക്കസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ ഓട്ടത്തില. ഓരോ ദിവസവും ഡ്രസ്സ്, പിന്നെ സാധനങ്ങളും ഡെക്കറേഷൻ, അതിന്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക്കിലോട്ട് വരാം ഗൈസ്. ഈ ഒരു ബോക്സിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രോഡക്ട്സ്, എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഉള്ളത്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ലാക്മിയിൽ നിന്ന്. ഇവിടുന്ന് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തപ്പം എനിക്കത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് തന്ന ബോക്സ് എന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതില് ലാക്മയുടെ തന്നെ ഫൗണ്ടേഷൻ ക്രീം ഉണ്ട്, അതേപോലെ മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമറാണിത്. അത് ലാക്മയുടെ തന്നെയാണ്. ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ്സ്റ്റിക്, മസ്കാര ഇത് സാധാ മസ്കാര അല്ല, നമുക്ക് കേൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന മസ്കാര. അതേപോലെ തന്നെ ഐബ്രോ പെൻസിൽ ഉണ്ട്, അതേപോലെ ഐലൈനർ ഉണ്ട്. ഈ ഐലൈനറിന്റെ ബാക്കിൽ തന്നെ ബ്രഷ് ഒക്കെ ഉണ്ട്. ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ് സാധാരണ. ഞാൻ എന്ത് ഫംഗ്ഷൻ വന്നാലും, ഇനി ഒരു വെഡിങ് ആണെങ്കിൽ പോട്ടെ, പുറത്തു പോകാനാണെങ്കിൽ പോലും ഇത്ര പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു എത്ര 3-4-6 പ്രോഡക്ട്സ് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ കാണുന്ന എൻ്റെ ഒരു ഫേസിലെ ഇത് നോക്കിയിട്ട് എങ്ങനെ എന്താ പറയുക, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫേസ് ഈ 6 പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നത് നമുക്കിപ്പം ഏതെങ്കിലും ഒരെണ്ണം ആദ്യം വാരി എടുത്താൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ. ലാക്മിയുടെ തന്നെ വേണം എന്നൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് സ്പ്രേ പോലെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് കയ്യിലോട്ട് കുറച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്തെടുക്കാം. ഞാൻ ഇതെന്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകും. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ക്രീം ടൈപ്പ് എന്ത് സാധനമാണെങ്കിലും മൊത്തം അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫേസിൽ എല്ലായിടത്തും ഈ ഒരു സാധനം എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈസി. അതുപോലെ നമ്മുടെ ഫേസിലൊരു ചെറിയൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് നമ്മൾ ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് ലാക്മിയുടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ക്രീം. ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ ഇപ്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത പോലെ, മോയ്സ്ചറൈസർ മാത്രമല്ല മോയ്സ്ചറൈസർ അതുപോലെ ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓവറായിട്ട് കൊടുക്കാറില്ല. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സിമ്പിൾ മേക്കപ്പ് ആണ് പേ ചെയ്യുന്നത്. ഒന്നും ഓവർ മേക്കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിത് അപ്ലൈ ചെയ്യാം. കവളില് എപ്പോഴും നമ്മൾ റൗണ്ടിന് ചെയ്യുക, മൂക്കിന്റെ ഭാഗത്ത് നീളത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകിയിട്ട് തുടയ്ക്കത്തില്ലേ, തുടയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ഹാർഡായിട്ടുള്ള തുണിയൊന്നും ഉപയോഗിച്ചിട്ട്
ഇങ്ങനെ 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 തുടയ്ക്കാതിരിക്കും. അതായത് നമ്മൾ എപ്പോഴും മുഖം തുടങ്ങി ഇങ്ങനെ ഒപ്പി ഒപ്പിയാണ് വെള്ളം എടുക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഫേസിൽ സ്കിന്നിന് നല്ലപോലെ ബാധിക്കും. അപ്പൊ ഞാൻ ഈ ഫൗണ്ടേഷനും കൂടി ഇട്ടപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസ്. അത് കഴിഞ്ഞ് പ്രൈമറും മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു എൻ്റെ ഫേസ്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അല്ല നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സംഭവമാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കിന് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഷെയ്ഡായിരിക്കും. ഓരോരുത്തർക്കും ഓരോർക്ക് ചേർന്ന ഷെയ്ഡായിരിക്കും ഓരോ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഓവറായിട്ട് റെഡിഷോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് സിമ്പിളായിട്ട് ഞാൻ ഇഷ്ടം. ഞാൻ ഇതാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ വേറൊന്നും യൂസ് ചെയ്യത്തില്ല എന്നല്ല, വേറെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് യൂസ് ചെയ്യുന്നത്. മിക്കപ്പോഴും ഞാനിപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിതിടാം. എനിക്ക് കണ്ണാടി ഇല്ലാതിടാൻ ഭയങ്കര പാടാണ്. നോക്കട്ടെ. ലാക്മിയുടെ പ്രൊമോഷൻ ഒന്നും അല്ല, എന്നാലും ഞാൻ പറയാം, ഈ ഒരു ലിപ്സ്റ്റിക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഇതിപ്പോ നമ്മൾ രാവിലെ ഇട്ടെന്ന് വെച്ചോ, നമ്മൾ വാ കഴുകിയാലോ ഒന്നും അങ്ങനെ പോകത്തില്ല. അതുപോലെ ഇതിന് വേറെ എന്താ പറയാ, മറ്റേ എന്താ പറയുക, ഒരുപാട് കെമിക്കൽസോ അങ്ങനെയൊന്നും അല്ല. നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ലാക്മിയുടെ പ്രൊമോഷൻ ഒന്നും അല്ല, എന്നാലും ഞാൻ പറയാം, ഈ ഒരു ലിപ്സ്റ്റിക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഇതിപ്പോ നമ്മൾ രാവിലെ ഇട്ടെന്ന് വെച്ചോ, നമ്മൾ വാ കഴുകിയാലോ ഒന്നും അങ്ങനെ പോകത്തില്ല. അതുപോലെ ഇതിന് വേറെ എന്താ പറയാ, മറ്റേ എന്താ പറയുക, ഒരുപാട് കെമിക്കൽസോ അങ്ങനെയൊന്നും അല്ല. നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ലൂക്കസിന്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് എനിക്കിപ്പം വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു എന്താ പറയാ, ഒരു ഭംഗിയായില്ലേ? സ്വന്തമായിട്ട് പറയല്ല. ഇനി നമുക്ക് അടുത്ത പ്രോഡക്ട്സ്. ഇനി നമുക്കുള്ളത് മസ്കാരയും ഐലൈനർ, ഐബ്രോ പെൻസിൽ. ഇതാണ് ഐബ്രോ പെൻസിൽ. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഐബ്രോ പെൻസിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് വരച്ചതായിട്ട് അറിയാനേ പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേഴ്സറി പഠിക്കുന്ന പിള്ളേരൊക്കെ തിരികെ വരച്ചുകൊണ്ട് പോകുന്ന ആ ഒരു എനിക്ക് പിരികം കുറവാണ്. പിരികം ഉള്ളവര് ഇത് ഓവറായിട്ട് ചെയ്യണ്ട കേട്ടോ. പിരികം നല്ല കുറവാണ്, കാരണം എൻ്റെ അപ്പന് പിരികമില്ലാത്തതുകൊണ്ട് എനിക്കും പിരികം കുറവാണ്.
ഞാൻ ഓവറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമതേ ഇത്തിരി ഇല്ല, അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടത്. വരച്ചിട്ടൊക്കെ വരാം. നമ്മള് ബാക്കിലേക്ക് ബ്രഷ് വെച്ച് നമുക്ക് ഇതിനൊക്കെ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഐലൈനറാണ് ബാലൻസ് ഉള്ളത് ചെയ്യാനായിട്ട്. കണ്ണും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഐലൈനർ ഇടാം. ഗൈസ്, ഞാനൊരു ചെറിയ കളത്രം കാണിച്ചിട്ടുണ്ട്. വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കണ്ണെഴുതിയിട്ടാണ് വന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ക്യാമറയ്ക്കുള്ളിൽ നോക്കിയിട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈൻ കൊടുക്കുമായിരുന്നു. പിന്നെ വാല് വേണ്ടവർക്ക് നല്ല വാല് കൊടുക്കാം, വേണ്ടതൊക്കെ കൊടുക്കണ്ട, ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നല്ലപോലെ ഫിനിഷിങ് നൽകുന്ന നല്ല അടിപൊളി ഐലൈനറാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ പ്രൊമോഷനാണ്, അങ്ങനെയല്ല, ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പറഞ്ഞു തന്നുള്ളൂ. ഇത് നല്ലൊരു സംഭവം ആയതുകൊണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഹോം ടൂർ ആയിരിക്കും. ചിലപ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ വേറെന്തെങ്കിലുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഹോം ടൂർ ചെയ്യാൻ ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹോം ടൂർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ അടുത്തത് ഹോം ടൂർ ആയിരിക്കും. ഇൻ കേസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ തുടക്കമാണ്. ഒരുപാട് എന്താ പറയുക തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എനിക്കതറിയാം. ചിലപ്പോൾ എൻ്റെ വീഡിയോസൊന്നും കാണാൻ വലിയ ഇതൊന്നും കാണത്തില്ല, എന്നാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങളിത് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇച്ചിരി ബോറായിട്ട്, അപ്പോൾ ശരി, ബൈ ബൈ.